അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം ഒരു സൽപ്രവർത്തനമാക്കി അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തരമായ തൗഫീക്ക് കൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്കറിയാം, ബദറൻ തീരമെന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് നാളിതുവരെയും നമ്മൾ അൽഹംദുലില്ലാഹ് ഓരോ ഇൽമുകൾ അറിവുകൾ നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ബദറൻ തീരമെന്ന നമ്മുടെ ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് ആ മജ്ലിസ് ഉള്ളത്. ആ മജ്ലിസിലൂടെയാണ് രാവിലെയും വൈകുന്നേരം ഓരോ വീഡിയോകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് ആ ബദറൻ തീരം എന്ന ചാനൽ എല്ലാ ദിവസവും മജ്ലിസ്, ആത്മീയമായ മജ്ലിസ് 9 മണിക്ക് ലൈവ് ഉള്ളത് കൊണ്ട് തന്നെ പല ആളുകൾ ലൈവും എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ ആ ചില ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളൊരു പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. വോയിസ് ഓഫ് ഷഫീഖ് ബദിരി എന്ന ഒരു ചാനൽ ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. അല്ലാഹു പരിപൂർണമായും കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളിതുവരെയും ബദറൻ തീരം എന്ന മജ്ലിസ് അൽഹംദുലില്ലാഹ് ഏകദേശം 915ഓളം എപ്പിസോഡുകളായി നമ്മൾ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്, പങ്കെടുക്കുന്നവരാണ്, ആത്മീയ നിർവൃതി അടയുന്നവരുമാണ്. അൽഹംദുലില്ലാഹ് ഇനി മുതൽ എൻ്റെ ബദറൻ തീരത്തിലെ പ്രേക്ഷകരോട് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വരുന്ന വീഡിയോകൾ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദിരി എന്ന ഈ ചാനലിലായിരിക്കും. ബദറൻ തീരം എന്ന ചാനൽ ഇൻഷാ അല്ലാഹ് നമ്മളെ ലൈവ് മജ്ലിസ് മാത്രമേ ഉണ്ടായിരിക്കൂ എന്ന് ആമുഖമായി ഒന്ന് ഉണർത്തുകയാണ്. അള്ളാഹു നമ്മുടെ സദസ്സുകൾ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ബദറൻ തീരം എന്ന ചാനൽ നിങ്ങൾ എങ്ങനെയാണോ നെഞ്ചിലേറ്റ് സ്വീകരിച്ചത്, അതുപോലെ നമ്മുടെ പുതിയ സംരംഭമായ ബദറൻ തീരം ഈ നേതൃത്വം കൊടുക്കുന്ന വോയിസ് ഓഫ് ഷഫീഖ് ബദിരി എന്ന ചാനലും നിങ്ങൾ സ്വീകരിക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിലൂടെ വരുന്ന വീഡിയോകൾ കേൾക്കുക, പഠിക്കുക, പകർത്തുക, പ്രാവർത്തികമാക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ വീഡിയോ വോയിസ് ഓഫ് ഷഫീഖ് ബദിരി എന്ന ചാനലിലെ ആദ്യത്തെ വീഡിയോ നമുക്കറിയാം, ബദറൻ തീരം തുടങ്ങുന്നത് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു തആല അൻഹും അജ്മഈന്റെ പൊരുത്തത്തിലാണ്. ഒരു ബദർ ദിനത്തിലാണ് നമ്മൾ ആരംഭിച്ചത്. ബദരീങ്ങളാണ് നമ്മുടെ അവലംബം, എല്ലാ കാര്യങ്ങളിലും ബദരീങ്ങൾ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വീഡിയോ ആ ബദരീങ്ങളെ തെറ്റി പറയണം എന്നൊരാഗ്രഹത്തിന്റെ പേരിലാണ് ഇന്നില്ല ഈ വീഡിയോ നമ്മൾ ഇടുന്നത്. അള്ളാഹു ബദരീങ്ങളുടെ പൊരുത്തം അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിതത്തിന്റെ സർവസ്വം സമർപ്പിച്ച അസ്ഹാബുൽ ബദർ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, ആ പരിശുദ്ധമായ ബദരീങ്ങളെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നവർ, ജീവിതത്തിൽ ഇഷ്ടം വെക്കുന്നവർ ഒരിക്കലും പരാജയപ്പെടൂല എന്ന് അള്ളാഹു പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ അസ്ഹാബുൽ ബദറിന്റെ യുദ്ധരണാങ്കണങ്ങളിൽ പങ്കെടുത്ത സ്വഹാബികളെ കുറിച്ച് ഏതെങ്കിലും ഒരു സ്വഹാബി പരാതി പറഞ്ഞാൽ നബി തങ്ങൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, നീ നിന്റെ സ്വർഗം നഷ്ടപ്പെടുത്താൻ തുനിയുകയാണോ എന്നുള്ളതാണ്. കാരണം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിക്ക് വലിയ മഹത്വമുണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ. അതുകൊണ്ട് ആ മഹത്വത്തെ നാം ഒരിക്കലും നിസ്സാരമായി കാണാതെ അവരെ ആദരിക്കണം, ബഹുമാനിക്കണമെന്ന് ആരംഭപ്പൂവായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ബദരീങ്ങളുടെ പൊരുത്തവും ആ ബദരീങ്ങളുടെ ഗുരുത്വവും അല്ലാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എപ്പോഴും ബദരീങ്ങളെ നമ്മൾ തവസ്സുലാക്കണം. ബദരീങ്ങളിലൂടെ നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തവക്കുലിന്റെ നേർ പര്യായമാണ്. നമുക്കറിയാം, ചരിത്രം പറയലല്ല ഇവിടെ ഉദ്ദേശം. ബദരീങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയുക. അൽഹംദുലില്ലാഹ് ഈ ചാനലിൽ ആദ്യത്തെ വീഡിയോ നമ്മുടെയൊക്കെ അവലംബമാകുന്ന, തവസ്സുലാക്കുന്ന, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ അവലംബമാകുന്ന മുത്തനബി തങ്ങൾ നേതൃത്വം കൊടുത്ത ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികളായതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് ഒന്ന് രണ്ട് മദ്ഹ് പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ആ വീഡിയോ ആകണം ആദ്യത്തെ വീഡിയോ എന്ന് മനസ്സിൽ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം, 313 പേരടങ്ങുന്ന സ്വഹാബത്ത്, ആയിരക്കണക്കാന് അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും നേതൃത്വം കൊടുക്കുന്ന ആയിരക്കണക്കിന് വലിയ ശത്രു സഞ്ചയത്തോട് പോരടിച്ചപ്പോൾ അവരുടെ കൽബിലുണ്ടായിരുന്ന ഒരു ഈമാൻ, തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നമുക്കറിയാം, ഈ അഭിനവ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തികമായും ശാരീരികമായും സാമൂഹികപരമായും മാനസികപരമായും ഒക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരാണ്. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദിരി എന്ന ചാനലിലൂടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും ഒന്നിനു പുറകെ ഒന്നായി പരീക്ഷണങ്ങളുടെ, വലിയ പ്രതിസന്ധികളുടെ മഴവെള്ള പാച്ചിൽ തന്നെ ജീവിതത്തിൽ ഉള്ളവരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ചാനലുകളിലൊക്കെ ഒരു ഉസ്താദുമാരുടെ വീഡിയോകളുടെ കമന്റിലൂടെ എത്രയോ ആളുകൾ നൂറുകണക്കിന് സങ്കടങ്ങളും നൊമ്പരങ്ങളും അറിയിക്കുക. അള്ളാഹു എല്ലാവർക്കും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ
എത്ര വലിയ പ്രതിസന്ധികൾ കടന്നു വന്നാലും, എത്ര വലിയ പ്രതിസന്ധികളുടെ മഴവെള്ളപ്പാച്ചിലിൽ നാം പെട്ടുപോയാലും നമ്മൾ പറയേണ്ട, കൽബിൽ നാം ഉറപ്പിക്കേണ്ട ഒരു പദമാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. കടമുള്ളവർ, രോഗമുള്ളവർ, പ്രശ്നങ്ങളിലകപ്പെട്ടവർ, പ്രതിസന്ധിയിലകപ്പെട്ടവർ, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഭാര്യയെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, സഹോദരങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ആരൊക്കെയുണ്ടോ അവർക്കെല്ലാവർക്കും ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയുന്ന ഈ പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിലെ സുന്ദരമായ പ്രവർത്തനങ്ങളിലൂടെ, മാസങ്ങളിലൂടെ, ദിവസങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരേ ഒരു ദിക്ർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 വട്ടമെങ്കിലും നമ്മൾ ദിവസവും ചൊല്ലണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. അങ്ങനെ ചൊല്ലി ചൊല്ലി നമ്മുടെ കൽബിലേക്ക് അല്ലാഹു ഈമാൻ ഇട്ടു തരും. പിന്നെ എല്ലാത്തിലും തവക്കുലാണ്. ആ തവക്കുൽ നമ്മിലേക്ക് വന്നാൽ നാം പിടിക്കുന്ന കൈ അള്ളയായി തീരും, നാം നടക്കുന്ന കാല് അള്ളയായി തീരും, നോക്കുന്ന നോട്ടം അള്ളയായി തീരും. എന്ന് പറഞ്ഞാൽ ഹറാമ് നോക്കൂല, ഹറാമ് കാണൂല, ഹറാമ് കേൾക്കൂല, ഹറാമ് പിടിക്കൂല, ഹറാമിലേക്ക് നീങ്ങൂല. റബ്ബ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സന്മാർഗത്തിന്റെ പാത തെളിച്ചു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ബദരീങ്ങൾ ചൊല്ലിയ മറ്റൊരു പദമാണ്, മറ്റൊരു ഇസ്മാണ് യാ ഹയ്യു യാ ഖയ്യൂം. യാ ഹയ്യു, നമ്മൾ ഇതൊക്കെ കേട്ടവരാണ്, എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മാത്രം. ജീവിതത്തിൽ തകർന്നു പോയവർ, ഇനി എന്ത് എന്ന ചോദ്യചിഹ്നം ബാക്കി നിൽക്കുന്നവർ, ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് അബദ്ധ ചിന്തിക്കുന്നവർ, അല്ലാഹു കാക്കട്ടെ. ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ ചില ആളുകൾ പറയുന്നത് ആത്മഹത്യയല്ലാതെ വഴിയില്ലെന്നാണ്. ആര് പറഞ്ഞു? അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞെന്താ? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് ഒരാളും വിദൂരത്തല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമ്മൾ പറയൂലേ ഇനി എന്താണ് വഴിയപ്പ, ഇനി ഒന്നുമില്ല, ഇനി ആത്മഹത്യയല്ലാതെ വേറൊരു വഴിയില്ല എന്ന് നമ്മൾ പറയും. നമ്മുടെ മുന്നിൽ എത്രയോ വഴികളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ പോലെ പരീക്ഷണം നമ്മൾ ഏറ്റുവാങ്ങിയിട്ടില്ല. നബിതങ്ങളെ 3 വർഷം പട്ടിണി കിട്ടു സ്വന്തം ജന്മനാട്ടിൽ, ആരും തിരിഞ്ഞു നോക്കാതെ. ശുഐബ് അബീ ത്വാലിബിന്റെ താഴ്വാരത്ത് നബിതങ്ങളെ പട്ടിണി കിട്ടു. നബിതങ്ങൾ അവിടെ ചിന്തിച്ചില്ല ഇനി ആര് എന്ന സംരക്ഷണ കവചം തീർക്കാൻ, ഇനി ആരുണ്ട്, ഇനി എന്തെന്ന് ചോദിച്ച നബിതങ്ങൾക്കില്ല. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞത് തവക്കൽതു അലല്ലാഹ്. ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കി നബിയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും രാത്രിക്ക് രായ്മാനം അള്ളാഹുവിന്റെ റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. അവിടെ പോകുമ്പോഴും യാത്ര പോകുമ്പോഴും എത്രയോ പരീക്ഷണങ്ങൾ. അള്ളാഹുവിന്റെ റസൂലും മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും സൗർ എന്ന ഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോ അവിടെ ശത്രുക്കൾ വന്നപ്പോൾ നബി തങ്ങൾ അബൂബക്കർ തങ്ങളോട് പറഞ്ഞത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മളോടൊപ്പം ഉണ്ടോ, നീ വിഷമിക്കണ്ട. ആ ഒരു തവക്കുൽ നബി തങ്ങൾ ചേർത്ത് പിടിച്ചു. അപ്പോഴും ചിന്തിച്ചില്ല ഇനി എന്ത് ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ല. നബി തങ്ങൾ പറഞ്ഞില്ല ഇനി മരണമല്ലാതെ മറ്റൊന്നില്ല. നബി തങ്ങൾ പറഞ്ഞില്ല. അവിടെ നിന്ന് മദീനയിലേക്ക് കടന്നു വന്നു. ആ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ പാകപ്പെടുത്തിയെടുത്ത് മദീനയിൽ നബി തങ്ങളെ നെഞ്ചിലേറ്റാൻ ഒരു സംഘമുണ്ടായിരുന്നു എന്നാണ്. അതുപോലെ നമ്മൾ അള്ളാഹുവിലേക്ക് എപ്പോഴും സർവ്വസ്വം സമർപ്പിച്ച് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഒരു ചിന്ത നമുക്ക് ഉണ്ടാക്കണം. അള്ളാഹു ആ ബദരീങ്ങൾ തവക്കുലാക്കിയ, ബദരീങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മാർഗങ്ങൾ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആര് തള്ളി പറഞ്ഞാലും, ആര് കുറ്റപ്പെടുത്തിയാലും, എല്ലാവരും നമ്മൾ ജീവിക്കുന്ന, നമ്മൾ താമസിക്കുന്ന വീട്ടിലുള്ള മുഴുവൻ ആളുകളും നമുക്കെതിരാണ്. നമ്മൾ ഒറ്റയ്ക്കാണ്. തകരല്ലേ, ഒറ്റപ്പെട്ടു എന്ന് ചിന്തിക്കല്ലേ. ബദരീങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുപോവാ. അല്ലാ, ഇതുപോലെയാണല്ലോ ബദരീങ്ങളും ഒറ്റപ്പെട്ടത്. അവർ പറഞ്ഞ വാക്ക് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, യാ ഹയ്യു യാ ഖയ്യൂം, പടച്ചവനെ നീയില്ലാതെ ഒരാളില്ല എന്ന ചിന്തയാണ്. അങ്ങനെ പടച്ചവനിലേക്ക് നിങ്ങൾ ഈമാനോട് അടുക്കാൻ കഴിഞ്ഞാൽ ഒരാൾക്കും പരാജയപ്പെടൂല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധരായ ബദരീങ്ങളുടെ പൊരുത്തം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വലാത്തുല്ലാഹ് സ്വലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സ്വലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സ്വലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു നമുക്ക് ബദരീങ്ങളുടെ പൊരുത്തം തരട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. പടച്ചവനെ, ഞങ്ങൾക്ക് ബദരീങ്ങളുടെ പൊരുത്തം തരണയല്ലാ, ബദരീങ്ങളുടെ കാവല് തരണയല്ലാ, ബദരീങ്ങളെ ഇഷ്ടപ്പെടാനുള്ള മനസ്സ് തരണയല്ലാ, അവരുടെ തണലിലായി മുത്തനബി തങ്ങളോടൊപ്പം ഞങ്ങൾക്ക് സ്വർഗം തരണയല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ബദരീങ്ങളുടെ എല്ലാ കാവലും തരണയല്ലാ, ബദരീങ്ങളുടെ പൊരുത്തമുള്ളവരായി ഞങ്ങളെ മാറ്റണയല്ലാ.
അവരിലൂടെ നിന്റെ സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് അടുക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങൾ, വ്യതകൾ, ആവലാദികൾ, വേവലാദികൾ, ദുരിതങ്ങൾ, കടങ്ങളെല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ എല്ലാ ഖൈറിന്റെ വാതായനങ്ങളും തുറന്നു തരണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ ഇതുപോലെയുള്ള ഉപകാരപ്രദമാകുന്ന അറിവുകൾ, ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ നമ്മൾ ഓരോന്ന് പഠിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ വൈകുന്നേരം മഗ്രിബ് നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് ഇൻഷാ അല്ലാഹ് അല്പസമയം ദിക്റുകളും ദുആയിലുമായി നമ്മൾ ചെറിയ വീഡിയോ നമ്മൾ ഇടും ഇൻഷാ അല്ലാഹ്. ഓരോ ദിവസം ഓരോ ദിക്റുകൾ, ഓരോ ദുആകൾ, ഓരോ സ്വലാത്തുകൾ കൂടെ നമുക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരു ആത്മീയമായ ഒരു സമയം മഗ്രിബിന്റെ സമയമാണ് ഇൻഷാ അല്ലാഹ്. അതിൽ നമുക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. എല്ലാവരും അങ്ങനെയുള്ള ഈ ഒരു ചാനൽ നിങ്ങൾ എല്ലാവരും സ്വീകരിക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. പൂർണ്ണമായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ബദറൻ തീരം എന്ന മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കണം. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറൻ തീരം എന്നാണ് നമ്മുടെ ആ ചാനലിന്റെ പേര്. ആ മജ്ലിസിന്റെ പേര് എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു മാത്രം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യും. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം നമുക്ക് മജ്ലിസ് നമ്മൾ ദുആരക്കും ഇൻഷാ അല്ലാഹ്. നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോയുമായി കണ്ടുമുട്ടാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.